അഗതനായ അതേ ഇഷ്ടായാൽ സ്വീകരിക്കും. താനിങ്ങോട്ട് കയറി വരിക. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഈ സ്ക്വാഡൊക്കെ വെച്ചിട്ട് പോയി പൊട്ടുമ്പോഴുള്ള അവസ്ഥ ചെയ്താലോ ചോദിച്ചു. മാനം കെട്ട് നേറിയാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കളിച്ച് പഠിച്ചു കേട്ടോ. കഴിഞ്ഞ 2 തവണ ഞാൻ ഡിവിഷൻ 1 എത്തി ഈ സ്ക്വാഡ് വെച്ച്. 10-300 കളി കളിച്ചിട്ടാണ് ഞാൻ ഡിവിഷൻ 1 കയറിയത്. 10-40 കളിയൊക്കെ കളിച്ച് കയറുന്നവരുണ്ടാവും. സോറി ഗൈസ്, അതെനിക്കറിഞ്ഞൂടാ. നമ്മൾ കളിച്ച് കയറിയത് 300 കളി കളിച്ച്. സോ ഇതാണ് നമ്മുടെ സ്ക്വാഡ്. പീറ്റർ മൈക്കിള് ഗോൾ കീപ്പറായിട്ട്, പിന്നെ CBയിൽ നമ്മൾ ബൊണ്ണൂച്ചിനെ കളിപ്പിക്കുന്നത്, RB കളിപ്പിക്കുന്നത് നമ്മുടെ തുറാമിനെയാണ്. അതിൽ വേറെ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിലും തുറാമിനെ കളിപ്പിക്കുന്നത്. നല്ല പെർഫോമൻസ് തരുന്നൊരു കാർഡാണ് അത്. പിന്നെ മറ്റേ സെൻറ്റർ ബാക്കായിട്ട് നമ്മൾ കളിപ്പിക്കുന്ന വണ്ടീക്കിനെയാണ്. പിന്നെ ലെഫ്റ്റ് ബാക്കിൽ എൻ്റെ അടുത്ത് റോബർട്ടോ കാർലോസ് ഉണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവില്ല. വേറെ ലെവൽ സാധനമാണ്. ഇങ്ങനെ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഡിഫെൻസീവ് വർക്ക് റേറ്റ് ഒക്കെ എടുക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ DMFൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു വിയറ. ഈ ആങ്കർമാനായിട്ടാണ് ഞാൻ കളിപ്പിക്കുന്നത്. 2500ഓളം മാച്ചായി ഇപ്പം. പിന്നെ നെയ്മറിനെ എനിക്ക് ആദ്യം കളിപ്പിക്കാൻ ഒന്നും അറിയത്തില്ല, ഒരു രക്ഷയില്ല. എൻ്റെ ഓപ്പണൻറ്റ് വരുന്നവരൊക്കെ ഈ നെയ്മറിനെ ഇട്ടിട്ട് വേറെ ലെവൽ സ്കില്ലിടുമായിരുന്നു. നമ്മളായിട്ട് പട്ടിയാകുന്ന കളിയായിരുന്നു നെയ്മറിനെ വെച്ച് അവന്മാർ കളിച്ചോണ്ട്. ഞാൻ കൊതിച്ചിട്ടുണ്ട് ഒരു സ്കില്ലിടാൻ. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ജൂഡ് ബെല്ലിങ്ങാമാണ്. പുള്ളിനെ ഞാൻ ഇപ്പം അണ്ടർ പ്രോസസ്സാണ്. ഞാൻ ഇവനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ എങ്ങനെ കളിപ്പിക്കാമെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കങ്ങ് സെറ്റായിട്ടില്ല ഇതുവരെ. ഞാൻ പക്ഷേ സ്ക്വാഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ മെസ്സി പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടാവും. നമുക്ക് സ്ക്വാഡിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. മെസ്സിനെ ബ്ലിറ്റ്സ് കാർഡ് ഇടാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ എന്തൊരഴകാന്നറിയാം. റൊണാൾഡോ അണ്ണൻ്റെ ഈ കാർഡ് വേറെ ലെവൽ കാർഡാന്ന് ഞാൻ പറയും. ഈ പുള്ളിയുടെ റൺസൊക്കെ റിയൽ ലൈഫിലുള്ള റൺസ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് കറക്റ്റ് ടൈമിൽ പുള്ളി അവിടെ ഉണ്ടാവും. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. അതിപ്പോൾ റിയൽ ഗെയിമിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഏറ്റു പറഞ്ഞ പോലെ നല്ല സ്പീഡുള്ള നല്ലൊരു ഫോർവേഡ്. പിന്നെ ഈ ഹാജി മസ്താൻ എന്ന് പറഞ്ഞ ഈ സാധനമില്ലേ, ഇപ്പോൾ ഓപ്പോണൻസിൻ്റെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു പ്ലെയറായി പുള്ളിയെ. ഈ പുള്ളിനെ കൊണ്ട് ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പാണ് ഇവൻ ഗോളിട്ടിരിക്കും. പക്ഷേ ഇവൻ്റെ സ്റ്റാറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ സ്റ്റാറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഈ പുള്ളിക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓപ്പണൻസിൻ്റെ കയ്യിൽ നിങ്ങൾ വലിയ ഡിവിഷൻ 1 ഒക്കെ കയറിയ പ്ലേയേഴ്സിൻ്റെ അടുത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുള്ളിനെ പലരും ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ പുള്ളിനെ യൂസ് ചെയ്ത് നോക്കിയതാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വെറുതെ ഒന്നുമല്ല, ഇങ്ങേര് വെറും പൊട്ടക സാധനമാണ്. ഈ പുള്ളിക്ക് മറ്റേ സൂപ്പർ സബ് സ്കില്ലും കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഗോളിന് പുറകെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കളി ഇങ്ങനെ മാറ്റും. അത് ഗ്യാരണ്ടിയാണ്. ഇങ്ങനെ ഞാൻ മറ്റേ സ്കില്ല് കൊടുത്തത് സൂപ്പർ സബ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ കണ്ടില്ലേ, പെലയുണ്ട്, രവിചെങ്ക ഉണ്ട്, നല്ല ഒരു ഗോൾ പോസ്റ്റ് കാർഡാണ്. പിന്നെ ഉള്ളത് ഗാരത്ത് ബെയ്ല്. ഇങ്ങനെ അതിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ബോൾ കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ ഡിഫൻഡേഴ്സിന് തൊടാൻ പറ്റത്തില്ല. ഗെയിമിൽ എനിക്ക് തോന്നുന്നു 1 ഓഫ് ദി ബെസ്റ്റ് ഫാസ്റ്റസ്റ്റ് കാർഡ് ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഗുള്ളിറ്റുണ്ട്. ഗുള്ളിറ്റിനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സെറ്റായിട്ടില്ല. പക്ഷെ പലരും പറയുന്നുണ്ട് ഗുള്ളിറ്റിൻ്റെ കാർഡ് വേറെ ലെവലാണ്. എനിക്ക് പൊസിഷനിൽ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിനെ എവിടെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് അറിയാം ഇയാൾ ബെസ്റ്റ് കാർഡാണ്. സോ ഞാൻ ഇത് കളിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ ക്രോയ്ഫ് സെക്കൻഡ് ഹാഫിൽ ഇറക്കാൻ വേണ്ടി വെച്ചേക്കുന്ന നെഡ്വേഡിൻ്റെ ഇപ്പോൾ കാർഡിന് എനിക്ക് തോന്നുന്നു പഴയ പോലെ ആ ഒരു ഇത് കിട്ടുന്നില്ല. കാര്യം ഇവരൊക്കെ മറ്റേ ബുള്ളറ്റ് ഷൂട്ടുകൾ അടിക്കുന്ന ടീമായിരുന്നു. പക്ഷേ എന്തോ പറ്റിയിട്ടുണ്ട് ഈ കാർഡ്. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും കളിച്ചപ്പോൾ എനിക്ക് അതിന് ഒരു പെർഫോമൻസ് ഇപ്പോൾ കിട്ടുന്നില്ല. പിന്നെ റൊണാൾഡിനോ, ഈ പുള്ളിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, മജീഷ്യനല്ലേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കളി നമുക്ക് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും, നമുക്ക് കളി കാണാൻ ആഗ്രഹമുള്ളവരെയൊക്കെ നമ്മൾ ഈ ടീമിനകത്തങ്ങ് ഇടും. എന്നിട്ട് അവരെ വെച്ച് 2 സ്കില്ലിടും. സ്ലോ മോഷനിൽ ഇവരുടെ വീഡിയോ ഒക്കെ ഹൈലൈറ്റ്സ് ഇരുന്ന് കാണും. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയ കാർഡല്ലേ. സോ ഇതും പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ ഞാൻ വിയറയ്ക്കൊരു ബാക്കപ്പിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കുന്നത് കസമേറാണ്. പിന്നെ മൾഡിനി അറിയാമല്ലോ, മൾഡിനിയാണ് എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈയും കാലും ഒട്ടിച്ചിട്ടാവാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ വിട്ടത്തില്ല പുള്ളി. പക്ഷേ ഈ പുള്ളിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളീനെ നമുക്ക് എപ്പോഴും മിഡ്ഫീൽഡിൽ കാണാൻ പറ്റും. കൊണാമി ഒരു ചതിയനോ? ഒരിക്കലും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊണാമി ചതിയനൊന്നുമല്ല. ഫസ്റ്റ് ട്രയൽ അല്ലെങ്കിൽ സെക്കൻഡ് ട്രയൽ മാക്സിമം ആണ് സെക്കൻഡ് ട്രൈ.
ഇതിലെനിക്ക് എപ്പോഴും എപ്പിക്കുകൾ അടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഹൈലൈറ്റുകൾ അടിക്കാറുണ്ട്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്യൂർലി ലക്കാണ്. ചില അക്കൗണ്ടുകൾക്ക് അങ്ങനെ ഉണ്ടാവും. കാര്യം എൻ്റെ അനിയൻ്റെ അക്കൗണ്ടിനകത്ത് വൈപ്പ് ഔട്ട് ചെയ്യുമ്പോഴാണ് അവന് ഉദ്ദേശിക്കുന്ന പ്ലെയറെ കിട്ടുന്നത്. അതുകൊണ്ട് അവൻ ചെയ്യാറ് പോലും ഇല്ല. ഒരു ടൈം ഒറ്റ തവണയും കണ്ട് അവൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ഒരുപാട് കോയിൻ കൂട്ടി വെച്ച്. പക്ഷേ എനിക്ക് ഇതിനകത്ത് എപ്പോഴും ട്രസ്റ്റ് മീ ഡൂഡ് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് ഈ അക്കൗണ്ടിനകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ അവസ്ഥകൾ ഇങ്ങനെ കാണുമ്പം ഞാൻ ഇതൊക്കെ റിയൽ ആണോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അനിയൻ്റെ അക്കൗണ്ടിനകത്ത് അവൻ കാണിച്ചു തന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇത്രയും ബുദ്ധിമുട്ടാണ് ഒരു എപ്പിക്കൊക്കെ കിട്ടാനെന്ന് പറഞ്ഞത്. സോ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഇതിനൊരു വാല്യൂ ഇല്ലായിരുന്നു. ബിക്കോസ് അതുകൊണ്ട് ഞാൻ ഇന്നുവരെ മര്യാദയ്ക്ക് കളിക്കുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ഞാൻ വേസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത്രയും പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഞാൻ ഇന്ന് വരെ ഡിവിഷൻ 1 അന്ന് കയറിയില്ലായിരുന്നു. ഞാൻ ഡിവിഷൻ 1 കയറിയത് കഴിഞ്ഞ മാസമാണ് ആദ്യം. ഇപ്രാവശ്യത്തിലും കയറി. സോ ഞാൻ അതിനു വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടില്ല. ബിക്കോസ് ഇത്രയും എനിക്ക്, അതായത് അറിയാവുന്നവൻ്റെ കയ്യിൽ കല്ലുടുക്കൂല എന്ന് പറയില്ല, അതുപോലെ എൻ്റെ കയ്യിൽ ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ടും ഞാൻ ഡിവിഷൻ 1 പോലും കയറില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഇടയ്ക്ക്. അപ്പോഴാണ് എന്നെ ഒരു ഫ്രണ്ട് എൻ്റെ അക്കൗണ്ട് കണ്ടിട്ട് അവൻ കുറച്ച് ഫോർമേഷൻസൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ആക്കി തന്നു. അവനാണ് എല്ലാം ചേഞ്ച് ചെയ്ത് തന്നത്. ഈ കാർഡ് എനിക്ക് അടിച്ചത് എങ്ങനെയാണെന്നറിയോ? അതിനകത്ത് 500 കോയിൻസ് ആയിരുന്നു അന്ന് വേണ്ടിയിരുന്നുള്ളൂ. എന്തോ ഒരു ഹാഫ് ഡീൽ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ 500 കോയിൻസിന് നമുക്ക് 10 പ്ലേയേഴ്സിനെ കിട്ടുമായിരുന്നു. സോ ഞാനത് കറക്കിയപ്പോൾ ട്രസ്റ്റ് മീ ഡൂഡ് ഞാനത് കറക്കിയപ്പോൾ എനിക്ക് 2 പ്ലെയറിനെയാണ് അതിനകത്ത് കിട്ടിയത്. അതായത് ബ്ലാക്ക് ആനിമേഷൻ വന്നിട്ട് എനിക്ക് 500 കോയിൻസിന് 2 പ്ലേയേഴ്സിനെ കിട്ടി. സെയിം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന പിർലോയുടെ കാർഡുണ്ട്. ഈ കാർഡ് എനിക്ക് അടിച്ചത് എനിക്ക് തോന്നുന്നു 900 കോയിൻസിലോ മറ്റോ ആണ്. അതുപോലെ എനിക്കൊരു പെഡ്രിയുടെ കാർഡ് ഇപ്പോൾ റീസെൻ്റ്ലി ബാക്കിൽ വന്നത്. ആ കാർഡ് എനിക്ക് അടിച്ചത് 4th ട്രയലാണ്, അതായത് വെറും 400 കോയിനിൽ. സോ ഞാൻ ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ റീസെൻ്റ്ലി എടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം കാണിക്കാം നിങ്ങളെ. അപ്പോൾ സത്യമായിട്ട് തന്നെ പ്രാഗോ ഈ അക്കൗണ്ട് അടിച്ചു പോടേ എന്ന് പ്രാർത്ഥിക്കുമൊന്നും ആരും ചെയ്യല്ലേ. ബിക്കോസ് ഇപ്പോഴാണ് ഞാൻ ഈ ഗെയിം ഒന്ന് ആസ്വദിച്ച് വരുന്നത്. കാര്യം നമ്മുടെ കയ്യിലുള്ള പ്ലെയേഴ്സിനെ നിങ്ങളെ കാണിക്കാൻ കഴിയുക, അവരെങ്ങനെ കളിക്കുന്നു എന്ന് നിങ്ങൾ കാണുക, അവരുടെ റിവ്യൂസ് ഇടുക, ഇതൊക്കെ ഇനി മുതൽ ഞാൻ ചെയ്യും. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് പ്ലെയേഴ്സ് ഇതിനകത്തുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്ലെയറുകൾ ഇതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിൻ്റെ റിവ്യൂകളും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇതിനകത്ത് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, ഞാൻ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള. സോ എനിക്കൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത്. സോ നമുക്ക് ലെറ്റ്സ് ട്രൈ മാൻ. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമുക്ക് ഗീവ് അവേ ഒക്കെ വേണ്ടേ? ഏത്? അത്രേ ഉള്ളൂ, അത്ര മതി.